ഹൗസിലേക്ക് സ്വാഗതം. ഇത്തവണ ഓണത്തിന് മുൻ കേരള മഹാരാജാവ് ശ്രീ മഹാബലി തിരുമേനി കേരളത്തിലേക്ക് വരുന്നില്ലെന്ന് CNA റിപ്പോർട്ട്. പുലികളിൽ തുമ്പിതുള്ളിലും തിരുവാതിരയുമായി മഹാബലിയെ എതിരേൽക്കാൻ കാത്തുനിന്ന മലയാളികൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ ലേഖകൻ അഭിലാഷ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കുന്നതും ഞങ്ങളോടൊപ്പം ചേരുന്നു. അഭിലാഷ്, മാവേലി ഇക്കുറി ഓണത്തിന് എത്തില്ല എന്നാണ് ഒടുവിൽ റിപ്പോർട്ട്. എന്താണ് അതിന് കാരണം? അല്ലെങ്കിൽ എന്തായിരിക്കും മാവേലിയുടെ ഉദ്ദേശം? അല്ലെങ്കിൽ മഹാബലി എന്തുകൊണ്ടായിരിക്കും വരാത്തത്? അഭിലാഷ് കേൾക്കാമോ? അഭിലാഷ് കേൾക്കാമോ? അഭിലാഷ് കേൾക്കാമോ? പറയൂ അഭിലാഷ്. തന്റെ ഭരണത്തിന് തുടങ്ങാനെന്ന് വെച്ചിട്ടാ തുടങ്ങിക്കോട്ടെ. പറയൂ അഭിലാഷ്. ഈ അടുത്ത കാലത്ത് മലയാളികളെ ഞെട്ടിപ്പിക്കുകയും ലോകത്തിന് മുന്നിൽ മലയാളികളെ നാണം കെടുത്തുകയും ചെയ്ത പറവൂർ കോതമംഗലം സ്ത്രീപീഡന കഥകളുടെയും മറ്റ് അക്രമ അഴിമതി രാഷ്ട്രീയ കഥകളുടെയും വാർത്തകൾ കേട്ടതിന്റെ മഹാബലി തമ്പുരാൻ കേരളത്തെ നാശോന്മുഖമാക്കിയ രാഷ്ട്രീയ കക്ഷികളുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തവണ കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ വൻ കവർച്ചയും ആക്രമണ പരമ്പരയും അരങ്ങേറി. പൊതുജനങ്ങളെ ഞെട്ടിക്കുകയും ഭീതിയിലാഴ്ത്തുകയും ചെയ്ത ഈ ആക്രമണ പരമ്പരയ്ക്ക് പിന്നിൽ നമ്മുടെ സ്വന്തം മഹാബലി തമ്പുരാനാണെന്ന് ദൃക്സാക്ഷിയിൽ വേദനയോടെ വെളിപ്പെടുത്തി. ഇന്നലെ രാത്രി ഞാനും പെട്ടെന്നൊരു കന്നാല് ചാടി മുമ്പിലേക്ക് വിടും. ഞാൻ ചോദിച്ചു പെണ്ണുങ്ങളുടെ സ്വർണം എന്റെ കയ്യിൽ പൈസ കൂടി വാങ്ങിച്ചു അവിടെ പോകാൻ. ഞാൻ പിന്നെ ഒരു രക്ഷണല്ല. ഞാൻ ചോദിച്ചപ്പോ മാവേലി ഇതാ വഴി തൃശ്ശൂർക്കാർക്ക് ഇതാ വഴി. കുറച്ച് നാളായി ഞാൻ അന്വേഷണത്തിലായി. ക്ഷീണം തോന്നിപ്പോന്ന് കിടന്നു, അത്രേ ഉള്ളൂ.
ഇയാളെന്താ അന്വേഷിക്കണേ? എന്തെങ്കിലും കാണാതെ പോയോ? അതെ, സത്യം, ധർമ്മം, നീതി, ദയ ഒന്നും കാണാനില്ല. ഒക്കെ എവിടെയോ വലിച്ചു മാറി. മാവേലിക്കറിയാം, പത്രം എടുത്തു നോക്കിയ പീഡനത്തിന്റെ കഥകളില്ലാത്ത ദിവസങ്ങളിൽ സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിക്കുക, സ്വന്തം മകളെ മറ്റൊരു കാഴ്ചവെക്കുക. അത് മാത്രം. ഇതിനിടയിൽ എതിരാവിൽ കൈയിട്ട് വാരി പാവപ്പെട്ടവന്റെ പടം കണ്ടിട്ടു ആർത്തില്ലാത്ത രാഷ്ട്രീയക്കാരുടെ കഥ വേറെ. നന്നാവില്ല മാവേലി, നന്നാവില്ല. ഞാനോ? അങ്ങനല്ല, ഈ നാട് നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. ഭാരത പൗരന്മാരെ നിങ്ങൾ ജനിച്ച അഴിമതി കാണാനോ കൂത്തുകൾ തോറും